നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കരയാതെ മോളെ, നീ ഇങ്ങനെ കരഞ്ഞ അച്ഛന് സഹിക്കാൻ കഴിയില്ല. ബ്രേസ്ലെറ്റ് എവിടെയോ വീണു പോയതെന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല അച്ഛ. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ല. അച്ഛനറിയാം മോളെ, പോട്ടെ, സാരമില്ല. അച്ഛന്റെ മോൾ ഇങ്ങനെ വിഷമിക്കാതിരുന്നാ മാത്രം മതി. മോളെ കരയില്ലേ? ഞാനത് ആർക്കും ഊരി കൊടുത്തിട്ടില്ല അച്ഛ. ശരി മോളെ, നീ പറയുന്നത് എനിക്ക് വിശ്വാസമാ. പക്ഷെ അമ്മ വിശ്വസിക്കുന്നില്ലല്ലോ അച്ഛ. പത്മിനി ഓരോ ദിവസം കഴിയും തോറും മാറി മാറി വരിക. അവളാ മുളക് ചോറ് തിന്നാൻ തന്നപ്പോ പരിച്ചറിയായിരുന്നില്ലേ നിനക്ക്? എന്താ അച്ഛ ഈ പറയുന്നേ? ഇടയ്ക്കിടയ്ക്ക് ശിക്ഷിക്കുമെങ്കിലും ഒരമ്മയുണ്ടല്ലോ എനിക്ക്. ആ അമ്മ ഞാൻ ഒരിക്കലും ധിക്കരിക്കില്ല. എന്തൊക്കെയായാലും അമ്മ എന്ന് വിളിക്കാൻ ഒരാളുള്ളത് തന്നെ എനിക്ക് കിട്ടിയ ഭാഗ്യല്ലേ? ഇതാണോ ഭാഗ്യം? എപ്പോഴെങ്കിലും പത്മിനി നിന്നെ സ്വന്തം മകളായിട്ട് കണ്ടിട്ടുണ്ടോ? അതൊന്നും സാരമില്ല അച്ഛ. അമ്മ തരുന്ന ഓരോ ശിക്ഷയും ഞാൻ നന്നാവാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അച്ഛനും അങ്ങനെ കരുതിയാ മതി. അപ്പൊ എല്ലാ വിഷമവും തീരും. ഇല്ല മോളെ, ഇല്ല. നിന്നെ ഇവിടുന്ന് ഒരാളുടെ കൂടെ പറഞ്ഞയച്ചാലേ എന്റെ വിഷമം തീരൂ. നിന്റെ വിവാഹം, അതായിപ്പോ എന്റെ മനസ്സിൽ പ്രധാനം. അല്ല അച്ഛ, അച്ഛന്റെ കഷ്ടപ്പാടുകൾ തീരാൻ ഒരു സൂപ്പർ മാർക്കറ്റ്, അതാണ് എന്റെ മനസ്സിൽ പ്രധാനം. ആരാ മോളെ? മീര അച്ഛ. എന്താ മീര? നിന്റെ കയ്യിൽ കെട്ടിരുന്ന ബ്രേസ്ലെറ്റ് എവിടെ ആതിര? അറിയില്ല മീര, അതെവിടെ വീണു പോയെന്ന് തോന്നുന്നു. അതിതാ എന്റെ കൈവിരലുകളിൽ തൂങ്ങിക്കിടപ്പുണ്ട്. സത്യം ആതിരെ, അതെവിടെ എന്റെ ബെഡിൽ കിടപ്പുണ്ടായിരുന്നു. വൈകുന്നേരം മറ്റോ അതുവഴി വരുമ്പോ ഞാൻ തരാം, പോരെ? മതി മീര, മതി. താങ്ക് യു സോ മച്ച്. എന്താ മോളെ? ആ ബ്രേസ്ലെറ്റ് മീരയുടെ ബെഡിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അച്ഛ. അവള് വൈകുന്നേരം വരുമ്പോ കൊണ്ടുവന്ന് തരാന്ന്. സന്തോഷമായി മോളെ, അച്ഛന് സന്തോഷമായി. എനിക്ക് സമാധാനായി അച്ഛ. മാപ്പ് കൊടുക്കുന്നത് ചെയ്ത തെറ്റിന് പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയാ. എന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അത് ഉണ്ടാവില്ല. തെറ്റിന് ശിക്ഷയുള്ളൂ, മരുന്ന് ശിക്ഷ മാത്രം. അമ്മേ, നീ വാ മോളെ. എന്താ അച്ഛാ? വാ പറയാം. പത്മിനി, 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 പത്മിനി. എന്തിനാ അച്ഛ അമ്മ ഇങ്ങനെ ഒച്ചയിട്ട് വിളിക്കുന്നേ? പത്മിനി, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് വരണോ? എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? പറഞ്ഞു കൊടുക്ക. ബ്രേസ്ലെറ്റിന്റെ കാര്യത്തിൽ എന്താ ഉണ്ടായെന്ന് പറഞ്ഞു കൊടുക്ക. പറഞ്ഞു കൊടുക്കുമോളെ. ബ്രേസ്ലെറ്റ് കിട്ടി. അത് മീരയുടെ ബെഡിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ആശ്വാസമായി. ഞങ്ങളാകെ പേടിച്ചിരിക്കുകയായിരുന്നു. കാര്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നീ ഇവളെ കൊണ്ട് മുളക് ചോറ് തീറ്റിച്ചു. ഇവള് പറയുന്നത് കളവാണെന്ന് നീ അങ്ങ് തീരുമാനിച്ചു, അല്ലേ പത്മിനി? ഓവ്, എന്താ അതിന് കാരണം? ഓരോന്ന് കാണാതെ പോകുമ്പോഴും ഇവള് ഓരോരോ നുണ പടച്ചുണ്ടാക്കും. അത് തന്നെയാ കാരണം. അതുപോലെ തന്നെയാ ഇതൊന്ന് ഞാനും വിചാരിച്ചു. എന്താ അങ്ങനെ വിചാരിച്ചത് തെറ്റായി പോയോ? ഇപ്പൊ സത്യം അറിഞ്ഞപ്പോഴോ? ഇവള് തെറ്റൊന്നും ചെയ്തില്ലെന്ന് ബോധ്യമായോ? ഓ ശരി, ബോധ്യായി. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവളോട് മാപ്പ് ചോദിക്കണോ? ചോദിച്ചേക്കാം. മോളെ, ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് മാപ്പ് തരണം. എന്താ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ? മാപ്പ് കൊടുക്കുന്നത് ചെയ്ത തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയാ. തെറ്റിന് ശിക്ഷയേ ഉള്ളൂ, മരുന്ന് ശിക്ഷ മാത്രം.
ഓർമ്മയുണ്ടോ പത്മിനി ഇതാരാ പറഞ്ഞതെന്ന്? കുറച്ചു മുമ്പ് നീ തന്നെ പറഞ്ഞതാ. അതുകൊണ്ട് തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ തീരൂ. ഗോപിയെ, നീ ചെന്ന് കുറച്ച് ചോറില് മുളക് പൊടി കലർത്തി കൊണ്ടുപോവാ. നിന്റെ അമ്മ തിന്നട്ടെ. അതിന്റെ രുചി എങ്ങനെയുണ്ടെന്ന് അവൾ അറിയട്ടെ. എന്താ അച്ഛ ഈ പറയുന്നേ? അമ്മയെ കൊണ്ട് മുളക് ചോറ് തെറ്റിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. വേണ്ട, നീ സമ്മതിക്കണ്ട. പക്ഷെ എന്റെ അമ്മയ്ക്ക് അവളുടെ വാക്ക് തെറ്റിക്കാൻ പറ്റില്ലല്ലോ. തെറ്റിന് പരിഹാരം ശിക്ഷ മാത്രം. അങ്ങനെ അച്ഛന് നിർബന്ധമാണെങ്കിൽ ഞാൻ കഴിച്ചോളാം മുളക് ചോറ്. അതിന് പോയി എടുത്തോണ്ട് പോ ഗോപിയെ. അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? ഉവ്, അങ്ങനെയായി. അമ്മ വാ, അച്ഛൻ അങ്ങനെ പലതും പറയും. പത്മിനിക്ക് ആതിരയെ കണ്ണിന് നേരെ കണ്ടൂടെ പത്മാവതി? ആതിരയ്ക്കാണെങ്കിൽ അത് അറിഞ്ഞുകൂടെ തന്നെ. അമ്മ അമ്മ എന്നും പറഞ്ഞ് ജീവൻ കളയാൻ നിൽക്കും ആ പൊട്ടിപ്പെണ്ണ്. ഒരു കല്യാണം കഴിപ്പിച്ച് അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലേ എനിക്ക് സമാധാനമാവും. എന്താ ശോഭ ഈ പറയുന്നത്? മനീഷ് കാരണമാണോ ആ പെണ്ണ് കാണൽ ചടങ്ങ് മുടങ്ങിയത്? സത്യാണ് അമ്മായി. അതൊക്കെ എപ്പോഴാ ഉണ്ടായത്? അവിടെ ഹാളിൽ നിന്ന് എണീറ്റ് പോയി അകത്ത് ചെന്ന് മീരയെ കണ്ടിരുന്നു. അവള് തന്നെ നേരിട്ട് എന്നോട് പറഞ്ഞു. അവിടെ അവൾക്ക് സപ്പോർട്ട് ചെയ്യാൻ രാജേട്ടനും യശോദേടത്തി ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനൊരു കൊടുംചതി മനീഷ ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ഒട്ടും കരുതിയില്ല. ഞാനും കൂടി തെറ്റുകാരനാ ഇതില്. ആരെയും വിളിക്കണ്ടെന്ന് ഹരി അപ്പോഴേ പറഞ്ഞതാ. ഞാനാ നിർബന്ധിച്ചത്. ഹരിയും രാജേട്ടനും തമ്മിലുള്ള വഴക്ക് ഇപ്പൊ അവൾ അങ്ങ് ഏറ്റെടുത്തതുപോലെയുണ്ട്. ഞാൻ അവളെ ഇനി പറയാനൊന്നും ബാക്കിയില്ല. പക്ഷെ എന്ത് കാര്യമുള്ള? അവളുടെ ഭാഗത്ത് നിൽക്കാനാ ആ വീട്ടിൽ എല്ലാവർക്കും താല്പര്യം. ഹരിയെ ഒരു നിമിഷം പോലും സന്തോഷമായിരിക്കാൻ സമ്മതിക്കില്ലെന്ന് എന്റെ മോൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുക. മര്യാദയ്ക്ക് എന്റെ മകൻ പറയുന്നത് കേട്ട് നടന്നാ മതിയായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഒക്കെ കഴിഞ്ഞില്ലേ. ചത്ത കുട്ടിയുടെ ജാതകം നോക്കുന്ന പോലെ നമ്മൾ അതിനെക്കുറിച്ച് വെറുതെ സംസാരിക്കേണ്ട കാര്യമില്ല. അച്ഛൻ പറഞ്ഞ പോലെ കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ ചെറിയമ്മേ, ഇനി എന്തേലും ഇതേപോലൊരു കാര്യം അവളുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ ജയകൃഷ്ണന്റെ കൈയുടെ ചൂട് അവൾ അറിയും. പറഞ്ഞു കൊടുത്തേക്ക് അവളോട്. അയ്യോ, ഇതെന്ത് അത്ഭുതം! വല്യേട്ടനുമായിട്ട് എപ്പോഴും വഴക്കൂടാറുള്ള ജയേട്ടൻ തന്നെയാണ് ഈ പറയുന്നത്. വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെ, ഇതെന്താ ജയേട്ടന് പെട്ടെന്നൊരു വലിയേട്ട സ്നേഹം? ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ എന്റെ ചേട്ടനെ ആരും കൊച്ചാക്കുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ അത് നേരിടാൻ ഞാനുണ്ടാവും മുന്നില്. മോനെ ജയ, നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കുന്നത് കണ്ടിട്ട് അച്ഛൻ എത്ര വിഷമിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയോ? ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ഇനി എനിക്കൊരു ഭയവുമില്ല മോനെ. എന്റെ കാതും മനസ്സും കൊളിർത്തു മക്കളെ. കഴിഞ്ഞത് കഴിഞ്ഞ് ശോഭേ. ഇനി അങ്ങോട്ട് എന്താണെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിലാർക്കും ഒരു ചിന്തയും വേണ്ട ഏട്ടാ. ഒരു വിഷമം വേണ്ട അമ്മായി. ഹരിയുടെ വിവാഹം ഇതിനേക്കാളും നല്ലൊരു പെൺകുട്ടിയുമായി നടത്തിക്കൊടുക്കൂ എന്നത് എന്റെ തീരുമാന. ആ തീരുമാനം ഞാൻ എന്റെ മോളോടും പറഞ്ഞിട്ടുണ്ട്. കനലിൽ കൈവെച്ച് ചെയ്യുന്ന സത്യം പോലെ. ഏട്ടത്തി, ഈ ലോകം മുഴുവൻ എതിരായി നിന്നാലും എന്റെ ഏട്ടത്തിയുടെ മോന്റെ വിവാഹം ഞാൻ നടത്തിയിരിക്കും. ഇല്ലെങ്കിൽ ഈ ശോഭ ഇല്ലാതാവണം. അയ്യോ, ബൈക്കിന്റെ ശബ്ദം. വല്യേട്ടൻ വന്നെന്ന് തോന്നുന്നു. എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ് ആ വീട്ടിലുണ്ടായ സംഭവം. ഇപ്പൊ ശോഭ പറഞ്ഞത് ഹരികൃഷ്ണൻ അറിയരുത്. എന്റെ നാവിന്ന് ഒരു അക്ഷരം വീടില്ല ശേഖര. എന്ന് എല്ലാവരും കേട്ടോ. ഇത് ഞാൻ ഹരിയേട്ടനോട് പറയും, ഉറപ്പാ. വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ ചേട്ടാ. എല്ലാം ഇതുപോലെ മറച്ചു വെച്ചിട്ടാ ഇങ്ങനെയൊക്കെ. എങ്ങനെയൊക്കെ